മഴ കുറഞ്ഞിട്ടും കാറ്റിന് ശമനമില്ലാതെ മലയോര മേഖല. ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉടുമ്പൻചോലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയിടങ്ങളിൽ വീടുകളുടെ മേൽക്കൂര തകർന്നതിനൊപ്പം വൻ മരങ്ങളും കടപുഴകി വീണു. എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന അവസ്ഥയിൽ നിരവധി മരങ്ങളാണ് റോഡരികുകളിൽ അപകട ഭീഷണിയായി നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയ ശക്തമായ കാറ്റിൽ ഉടുമ്പൻചോല താലൂക്കിലെ വിവിധ മേഖലകളിൽ വൻമരങ്ങൾ കടപുഴകി വീണു. ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് ചിന്നക്കനാൽ, ശാന്തൻപാറ, രാജകുമാരി പഞ്ചായത്തുകളിലാണ്. ഇവിടങ്ങളിൽ വിവിധയിടങ്ങളിലാണ് വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീണത്. ഇപ്പോഴും അപകടാവസ്ഥയിലായി നിരവധി മരങ്ങളാണ് വഴിയരികിലും മറ്റും നിൽക്കുന്നത്. അടിയന്തരമായ അധികൃതർ മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി 6 മണി തൊട്ട് നേരം എടുക്കുന്ന ഭയങ്കര അതിശക്തമായ കാറ്റായിരുന്നു. ഇവിടെ കുറെ വീടുകൾ തകർന്നുണ്ട്, കുറെ വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണുണ്ട്. നമ്മുടെ ഒരു പണിക്കാരന്റെ വര മൊത്തം കാറ്റെടുത്തുകൊണ്ട് പോയി. പിന്നെ ഈ വഴി ഒരു 10-30 സ്കൂൾ ബസ്, എല്ലാ ഭാഗത്തുകളും സ്കൂൾ ബസ് ഉടനെ ഇവിടെ സ്കൂൾ ബസ് നിർത്തുന്ന ഒരു സ്ഥലം കൂടെ ഇത്. ഈ ഉണക്കമരം അധികൃതരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനോട്, പഞ്ചായത്ത് മെമ്പറോട്, ASBയിൽ ഇതെല്ലാം വിളിച്ച് പറഞ്ഞ് അവരെ കൂടെ കാണിക്കുകയും ചെയ്തത്. ഈ മരത്തിന് ഇതൊരു തീരുമാനമല്ല. ഞങ്ങളുടെ വീടും ഈ മരവും തമ്മിൽ 10 മീറ്റർ പോലും അകലമില്ല. 2 വീടാണ് ഇതിനിടയ്ക്ക്. അത് തന്നെയല്ല, ഇത്രയും വലിയൊരു എലവൻ കേബി ഇതിനെ പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ആ മരത്തിലേക്ക് നോക്കിയേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് പറഞ്ഞിട്ട് ആർക്കും, ഒരു അധികൃതർക്കും ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വമില്ല. ഈ സംഭവം നമുക്ക് എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റി തന്നെയല്ല, അതിഭയങ്കര കാറ്റാണ് ഇപ്പോൾ ഇവിടെ അടിക്കണേ, കാറ്റും മഴയും. അപ്പോൾ ഇത് ഈ സ്കൂൾ ബസ് പോകുന്ന സമയത്ത് ഈ ഒരു മരം വേണമെങ്കിൽ എലവൻ കേബി ഇതെല്ലാം ലൈനിന്റെ വന്നതിന്റെ അവസ്ഥ എന്നാ നിങ്ങൾക്ക് അറിയാലോ. നമ്മളിത് പറഞ്ഞു മടുത്തു. അപ്പം ഞങ്ങളൊരു വല്ലാത്ത അവസ്ഥയിലാണ്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളോട് സംഭവം എന്ന് പറഞ്ഞത്. കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിൽ വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.